കുട്ടികൾക്ക് കോമൺ ആയിട്ട് ആദ്യ ദിവസങ്ങളിൽ കൊടുക്കുന്ന ഒരു ഫുഡായിട്ടാണ് കായ കുറുക്കിയത്. കണ്ണങ്കായാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം മൂപ്പെത്തിയ കായ എടുത്താൽ കറയുടെ ചുവ കുറവായിരിക്കും. കായ നന്നായി തൊലി കളഞ്ഞ് കഞ്ഞിവെള്ളത്തിന് തെളിയിൽ കഴുകിയെടുക്കുന്നതും കറ കളയാനായിട്ട് സഹായിക്കും. നന്നായി കനം കുറച്ചതിന് ശേഷം നല്ല രീതിയിൽ കഴുകിയെടുക്കുക. വെള്ളം വാർന്നു കഴിഞ്ഞ് എയർ ഫ്രയറിൽ കുറേശ്ശെയായി ഉണക്കാം. 185 ഡിഗ്രിയിൽ 15 മിനിറ്റ് വെച്ചാൽ തന്നെ കരിയാതെ നന്നായി ഉണങ്ങി കിട്ടും. വെയിലത്ത് വെച്ച് ഉണക്കാൻ പോസിബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ 1-2 ദിവസം ആവശ്യം വരുന്ന ഒരു പർപ്പസാണിത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 15 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒട്ടും വാട്ടർ കണ്ടന്റ് ഇല്ലാതെ ഉണക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാനും സാധിക്കും. ഈ പൊടിച്ചെടുത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഒരുമിച്ച് പൊടിച്ചു വെക്കുന്നത് ചിലപ്പോൾ പൂപ്പൽ വരാൻ കാരണമായേക്കാം. ആവശ്യത്തിന് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും. ഇനി നന്നായി അരിച്ചെടുത്ത ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യത്തെ ദിവസം പൊടി മാത്രം വെള്ളത്തിൽ കുറുക്കിയാണ് ലൂമിക്ക് കൊടുത്തത്. തേങ്ങാപ്പാൽ, പനങ്കൽക്കണ്ടം എന്നിങ്ങനെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കൂടി ആഡ് ചെയ്തും നമുക്ക് കൊടുക്കാവുന്നതാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാനും സേഫായ ഫുഡ് ലൂമിക്ക് കൊടുക്കാനും സാധിച്ചത് ഞാൻ വളരെ ഹാപ്പിയാണ്. കമേഴ്ഷ്യൽ പർപ്പസിന് ഉണ്ടാക്കുന്ന ബനാന പൗഡർ ഇത്തരത്തിൽ ഉണക്കി തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചത്. വെയിലില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് കരുതുന്നവർക്ക് ഇത്തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക് യു.